ക്രിസ്ത്യാനോ റൊണാൾഡോ ഫോർ പോർച്ചുഗൽ 216 മത്സരങ്ങൾ, 132 വിജയങ്ങൾ, അതിൽ 135 ഗോളുകൾ. അൺബിലീവബിൾ പെർഫോമൻസ് ഫോർ പോർച്ചുഗൽ സൈഡ് അല്ലേ. ഈ ഒരു ഏജിലും അദ്ദേഹത്തിനിപ്പോൾ 39 ഏജ്. ഈ ഒരു ഏജിലും അദ്ദേഹം കളത്തിൽ കാണിക്കുന്ന പെർഫോമൻസ് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ്. കാഴ്ചകൾ മീൻസ് ഇന്നലെ നടന്നിട്ടുള്ള മത്സരത്തിൽ, പോളണ്ടുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം അടിച്ചിട്ടുള്ള ഒരു ഗോള്, ബൈസിക്കിൾ ഗോള്, അതൊക്കെ ഒരു 1.5 ഗോളാണ്. ആ ഒരു സെയിം ഗോളുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പല പ്രാവശ്യം പിറന്നിട്ടുണ്ട്. റയലിനാണെന്നുണ്ടെങ്കിലും ജുവൻറ്റസിനാണെങ്കിലും ഒക്കെ അദ്ദേഹം ഈ സെയിം പ്രോസസ്സിലുള്ള ഗോളുകൾ നേടിയിട്ടുണ്ട് മുന്നേ. ഇപ്പോഴും ഈ ഒരു ഏജിലും അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. തൻ്റെ ഏജൊന്നും തൻ്റെ മത്സരത്തെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കളത്തിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച താരം എന്നുള്ള റെക്കോർഡ്, ഒരു രാജ്യാന്തര ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോള് നേടുന്ന താരം എന്ന റെക്കോർഡ്, ഏറ്റവും കൂടുതൽ രാജ്യാന്തര ടീമിൻ്റെ കൂടെ വിജയം നേടിയ താരം എന്ന റെക്കോർഡ്, അങ്ങനെ പല റെക്കോർഡുകളും അദ്ദേഹത്തിൻ്റെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും അദ്ദേഹം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എത്ര കാലം ഇനി ഗ്രൗണ്ടിലുണ്ടാവും എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോഴും ഫുട്ബോൾ ആസ്വദിക്കുകയാണ്, എപ്പോൾ വിരമിക്കുമെന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, 1-2 വർഷങ്ങൾ എന്നുള്ള ഒരു സംസാരവും അതിൻ്റെ ഇടയിൽ സംസാരിച്ചു. ഇപ്പോഴും അദ്ദേഹം പക്ക പെർഫോമൻസാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും ഫുട്ബോളിനോട് അത്രക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആ ഫുട്ബോൾ എപ്പോഴും രാജ്യത്തിനാണെങ്കിലും ക്ലബിനാണെങ്കിലും ഫുൾ ടൈം ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു റെക്കോർഡിന് പിന്നാലെ ആണല്ലോ. അതായത് 900 ഗോളുകൾ ടോട്ടൽ പിന്നിട്ടു, ടോട്ടൽ ഗോളുകൾ. ഇപ്പോൾ ഇനി അടുത്തത് ലോക റെക്കോർഡിലേക്കാണ് പോകുന്നത്. 1000 ഗോളുകൾ എന്ന റെക്കോർഡിലേക്കാണ് അദ്ദേഹം കുതിക്കുന്നത്, അതിവേഗം കുതിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അൽ നസറിന് വേണ്ടിയിട്ടാണെങ്കിലും പോർച്ചുഗലിന് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം കളത്തിലിറങ്ങുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടാവും. പോർച്ചുഗലിനൊക്കെ വേണ്ടിയിട്ട് യുവതാരങ്ങൾ, ഓപ്പോസിറ്റ് ടീമിലാണെങ്കിലും സ്വന്തം ടീമിലാണെങ്കിലും ഒക്കെ യുവതാരങ്ങൾക്കിടയിലൂടെ അദ്ദേഹം കാണിക്കുന്ന മാസ്മരിക പ്രകടനം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. അപ്പോൾ 900 ഗോളുകൾ പിന്നിട്ട് അതിവേഗം അദ്ദേഹം 1000-ലേക്ക് ചീറിപ്പാഞ്ഞ് പോവുകയാണ്. അപ്പോൾ 1000 ഗോളുകളുടെ റെക്കോർഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 1000 ഗോളെന്ന റെക്കോർഡ് ഇപ്പം എൻ്റെ മനസ്സിലില്ല, അത് ഞാൻ ചിന്തിക്കുന്നില്ല, അത് ചിലപ്പോൾ ഞാൻ ആ റെക്കോർഡിലേക്ക് എത്തിയേക്കാം, എങ്കിലും ഞാൻ ആ റെക്കോർഡ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 1000 ഗോളൊക്കെ പുഷ്പം പോലെ മറികടക്കാം എന്നുള്ളത് നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ 39 ഏജിലാണ്, 40 ഏജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, എനിക്ക് 40 ഏജാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പരമാവധി ഫുട്ബോൾ ആസ്വദിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏതായാലും അടുത്ത വേൾഡ് കപ്പാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പോർച്ചുഗലിലെ സഹതാരം തന്നെ ഈ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൊണാൾഡോയുടെ ലക്ഷ്യം അടുത്ത വേൾഡ് കപ്പാണ് എന്നുള്ളത്. ഏതായാലും ലയണൽ മെസ്സിയെയും അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും നമുക്ക് കളത്തിൽ ഈ ഒരു പക്ക പെർഫോമൻസുമായിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാണ് അവരുടെ കരിയർ മൊത്തത്തിൽ വാച്ച് ചെയ്തത്, എങ്ങനെയാണ് അവർ കളത്തിൽ അവരുടെയൊക്കെ പെർഫോമൻസ്, അതേ രൂപത്തിൽ തന്നെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. അത് കുറച്ച് കാലം കൂടി, ഏതാനും കുറച്ച് വർഷം കൂടി നമുക്ക് കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതുപോലുള്ള താരങ്ങളൊന്നും ഇനി ഫുട്ബോളിൽ പിറവിയെടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് യുവതാരങ്ങൾ ഓൾറെഡി കളത്തിലുണ്ട്. നമ്മളെ വിനീഷ്യസ്, ഹാളണ്ട്, എംബാപ്പെ പോലുള്ള ഒരുപാട് താരങ്ങൾ, യുവതാരങ്ങൾ, പ്രതിഭകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. എങ്കിലും നമ്മളൊക്കെ അറിയുമ്പോൾ കൂടുതൽ കളി കണ്ട് വളർന്നത് ഇതുപോലുള്ള താരങ്ങളെയാണല്ലോ. നമ്മളെ ഇതിൻ്റെ മുന്നേ വന്നിട്ടുള്ള റൊണാൾഡീനോ പോലുള്ള കളികൾ കണ്ടു. ഇപ്പോൾ വരെ കളികളാണ് മെസ്സി, റൊണാൾഡോ. വർഷങ്ങളായിട്ട് അവർ തമ്മിലുള്ള മത്സരങ്ങളാണ് നമ്മൾ കാണുന്നത്. ബാലൻഡിയോറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഏത് റെക്കോർഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ലാലിഗ നേട്ടങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ തമ്മിൽ എന്നും മത്സരങ്ങളായിരുന്നു. അതൊരു വാശിയായിരുന്നു. ഇരുവരുടെയും ഫാൻസിന് അത് വിട്ടുകൊടുക്കാൻ പറ്റാത്തൊരു പവറായിരുന്നു അല്ലേ. രണ്ട് ടീമിൻ്റെയും ഫാൻസിനും മെസ്സി റൊണാൾഡോ ഫാൻസിനൊക്കെ പ്രത്യേകിച്ച് എൽ ക്ലാസിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് പറയാനില്ല. ഏതായാലും റൊണാൾഡോ അദ്ദേഹം ഈ ഒരു
ഏജിലും അദ്ദേഹം തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽ നസറിന് വേണ്ടിയിട്ടാണെങ്കിലും പോർച്ചുഗലിന് വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ.